നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോൾക്ക് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതാന്ന് തോന്നുന്നു. നിങ്ങളതൊന്നും കാര്യാക്കണ്ട. No. Bad girl, bad girl, bad girl. മോളെ, മുതിർന്നവരിയ്ക്കുമ്പോ മര്യാദയോട് പറയരുത് കേട്ടോ. അകത്ത് പോയി. ഇല്ല സത്യാമ്മേ, ഈ പെണ്ണ് കള്ളു കുടിക്കുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്യുന്നതിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട്. മധുശ്രീയോടും കൂടി ചോദിച്ചത്. എനിക്കിഷ്ടായി സത്യാമ്മേ. ഞാനിങ്ങനെ തുറന്ന് സംസാരിക്കുന്നതില് കുഴപ്പമൊന്നും വിചാരിക്കരുത്. എന്റെ സ്വഭാവം അങ്ങനെയാ. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, വിഷ്ണുവിനെ പോലെ ഒരാളെയാ ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാ എന്റെ കല്യാണം ഇത്രയും താമസിച്ചതും. അതുള്ളതാ കേട്ടോ. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ മുതല് ഇവൾക്ക് പ്രപ്പോസൽസ് വന്നോണ്ടിരിക്കുന്നതാ. കൂടെ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ പിന്നെ ഈ പ്രായം എത്തുന്നവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് വരെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ എണ്ണ എടുക്കാന്ന് വെച്ചാ അത് പിന്നെ ഇത്രയും സൗന്ദര്യവും സമ്പത്തും ഒക്കെ ഉള്ള ഒരു പെൺകുട്ടിക്ക് പ്രേമാഭ്യർത്ഥനയും വിവാഹാലോചനയും ഒക്കെ വന്നില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ. പോരെങ്കിൽ തങ്കപ്പെട്ട സ്വഭാവവും. No, she's a bad girl. മോളെ, എന്താ നീ പറയുന്നേ? എനിക്ക് ഉറപ്പാ സത്യാമ്മേ, she's a bad girl. അയ്യോ പപ്പി, എന്തോ ഈ പറയുന്നേ? Bad girl, bad girl, bad girl. കമല, എങ്ങോട്ടാടാ? എടാ സജി, നീയാ? വാടാ കേറ്, ഞാൻ കൊണ്ടുവിടാം. എടാ, എനിക്ക് അത്യാവശ്യമായിട്ട് നിന്റെ ബൈക്കൊന്ന് കടന്നു തരുമോ? പെട്ടെന്ന് ചെല്ലേണ്ട കാര്യമോ, ഉടനെ തിരിച്ചുകൊണ്ടുവരാം. ഓ, എനിക്കെന്താ അത്യാവശ്യം? എനിക്കിവിടെ അടുത്ത് തന്നെ പോകേണ്ടത്. നീ എപ്പോഴാന്ന് വെച്ചാൽ കൊണ്ടുവന്നതാ. ഇതാ എടുത്തോ. എടാ താങ്ക്സ്. ആടാ പൊയ്ക്കോ. ഇവനെന്താ ഇത്ര തിടുക്കം? മോൾക്ക് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതാന്ന് തോന്നുന്നു. നിങ്ങളതൊന്നും കാര്യാക്കണ്ട. No. Bad girl, bad girl, bad girl. മോളെ, മുതിർന്നവരിയ്ക്കുമ്പോ മര്യാദയോട് പറയരുത് കേട്ടോ. അകത്ത് പോയി. ഇല്ല സത്യാമ്മേ, ഈ പെണ്ണ് കള്ളു കുടിക്കുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്യുന്നതിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട്. Bad girl, bad girl, bad girl. മോൾ എന്തെങ്കിലും തമാശ പറഞ്ഞെന്ന് കരുതി നിങ്ങളത് കാര്യമായിട്ട് എടുക്കുകയാണോ? നമുക്ക് കാര്യങ്ങളുമായി മുന്നോട്ട് പോകാം. അത് തന്നെ ഞാനും.
നിക്ക് സത്യമേ, പപ്പി മോൾ അങ്ങനെ കള്ളം പറയാറില്ല. അതിലെന്തെങ്കിലും സത്യം ഉണ്ടോന്നുകൂടി അറിയണമല്ലോ. ആ അത് തന്നെ എന്റെ ന്യായം. ഈ വിവാഹ ബന്ധം എന്ന് പറഞ്ഞാലേ ആജീവനാന്തം നിലനിൽക്കേണ്ടതല്ലേ? മോളെ, മോളുടെ കയ്യിലെ വീഡിയോ ഉണ്ടെങ്കിൽ അതിങ്ങ് എടുത്തോണ്ട് പോവാ. ശരി. ഓക്കെ സർ, ശരി. പറയണം സർ. പലതവണ ഞാൻ മുന്നറിയിപ്പ് തന്നതാ, ഓരോന്നും നോക്കിയും കണ്ടും വേണോന്ന്. ഇനിയിപ്പോ എന്താണെന്ന് വെച്ച് അനുഭവിച്ചു. ഈ സമയത്ത് അമ്മയും കൂടി എന്നെ കുറ്റപ്പെടുത്തല്ലേ അമ്മ? വിജയകുമാറേ, ഇതിന് മുമ്പ് ഒരു ഏടാകൂടെ അയാളിവിടെ കൊണ്ടുവന്നതാ. ഇതും അതുപോലെ എന്തെങ്കിലും ആണെങ്കിൽ വിവരം അറിയേ. ഭഗവാനെ, പെട്ടു. ഇവിടെയും കൊണ്ട് ഇവിടെ വന്ന് കയറി എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ആ സുസ്മിതയുടെ പ്രലോഭനത്തിൽ വീഴാതിരുന്നാ മതിയായിരുന്നു. ഇതിപ്പോ ചീത്തപ്പേര് മാത്രമല്ല, നല്ല തല്ലും കിട്ടും. സത്യാമ്മയുടെ വീട്ടിൽ കയറിയാ കളിച്ചത്. പപ്പി ഇങ്ങ് വാ. എവിടെ കണ്ട നിന്റെ വീഡിയോ? നോക്കട്ടെ സത്യമേ. എവിടെയാടി ഈ വീഡിയോയെ സത്യമേ? എന്നിട്ട് എവിടെയെന്ന്? ഇത് വരുന്നില്ല സത്യമേ. വരുന്നില്ലെന്നോ? ഇങ്ങനെ നോക്കട്ടെ. ഒരൊറ്റ ഒരെണ്ണം ചെവിക്കല് നോക്കി തന്നാലുണ്ടല്ലോ. ദേവൻ രക്ഷിച്ചൊന്ന് കൂട്ടിക്കോ, നിർത്തിക്കോ ഇവിടെ വെച്ചിതെല്ലാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.